അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തൈര് വിസ്ക് വെച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തൈര് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ തൈര് അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ തൈരും വെള്ളമൊക്കെ അളന്നിട്ട് എടുക്കാം. ഇപ്പൊ നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുക്കാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. അപ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 2-3 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ വറ്റൽ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലികൾ നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ടോ ചതച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ നിറാവണം ഈ ഉള്ളിയെല്ലാം. അപ്പൊ അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഉള്ളിയെല്ലാം ഗോൾഡൻ നിറായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കാശ്മീരി വറ്റൽ മുളകിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 നുള്ള് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് താളിച്ച സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്താലും മതി. ഉലുവ ഒന്ന് കൂടി പോവരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വാടി വരണം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പൊ തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ട്. വാടി അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് വെന്ത് വാടി വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി. ഫ്ലെയിം ഉടൻ തന്നെ ഓഫാക്കി കൊടുക്കുക. ഒരുപാട് ചൂടായി പോവരുത്, എന്നാൽ പിന്നെ പിരിഞ്ഞു പോകും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തൈര് കറിക്ക്. ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ചോറിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ തൈര് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.